രണ്ടാമത് സുഗതകുമാരി കവിതാ പുരസ്കാരം നേടിയ പയ്യോളി സ്വദേശിനി സയ്യിദ നടേമലിന് സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിലെ 1986 ബാച്ചിലെ സഹപാഠികൾ സ്വീകരണം നൽകി. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, ജെടി റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. കോഴിക്കോട് സർഗം സാഹിത്യവേദി സംഘടിപ്പിച്ച കവിതാരചനാ മത്സരത്തിൽ രണ്ടാമത് സുഗതകുമാരി കവിതാ പുരസ്കാരം നേടിയ പയ്യോളി സയ്യിദ നടേമലിന് സെന്റ് ആന്റണീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1986 ബാച്ചിലെ സഹപാഠികളാണ് സ്വീകരണം നൽകിയത്. സയ്യിദയുടെ അടച്ചിട്ട വീട് എന്ന കവിതയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. വടകര സംഗീത ഭാരതി കലാകേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ബീന പൂവത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇപ്പൊ സയ്യിദക്ക് ഒരു പുരസ്കാരം കിട്ടുമ്പോൾ നമുക്ക് അത്രയേറെ സന്തോഷമുണ്ട്. കാരണം ചില ജന്മങ്ങളൊക്കെയാണ് ഈ രീതിയിലേക്ക് ഉണ്ടാവുകയുള്ളൂ. അതേ രീതിയിൽ എല്ലാവരെയും കൂട്ടിയിണക്കി. അപ്പൊ ഞാൻ പോലും 1986 സെന്റ് ആന്റണീസ് ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതിലേക്ക് കയറി വരുന്നത് സയ്യിദയാണ് കാരണം. ഇപ്പൊ ഓരോരുത്തർക്കും സയ്യിദയായിട്ടുള്ള ബന്ധം, ആത്മബന്ധം വളരെ വലുതാണ്. സയ്യിദ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുണ്ട്. അതായത് സാഹിത്യ രചനയായിക്കോട്ടെ, പാട്ടായിക്കോട്ടെ. അപ്പോൾ സയ്യിദ ശരിക്കും എന്താണ്, പ്രത്യക്ഷത്തില് മുന്നോട്ടേക്ക് വരില്ല. പാട്ട് പാടി അത് അഭിനയിച്ച് പാടുകയാണെങ്കിലും സയ്യിദന്റെ വോയിസ് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. ശരിക്കും സത്യത്തില് സയ്യിദ മുന്നോട്ടേക്ക് വന്ന് ഞാൻ എപ്പോഴും പറയും, നീ ആ വീഡിയോസൊക്കെ ഇടുകയെന്നേരം. പക്ഷെ ഞാനിങ്ങനെ വിചാരിക്കും, സയ്യിദയൊക്കെ കേരളം മുഴുവനല്ല, ഇന്ത്യ മുഴുവൻ അറിയപ്പെടേണ്ട ഒരു രീതിയിലേക്ക് എത്തേണ്ട ഒരാളാണ്. സാഹിത്യരംഗത്തെ ഈ ശ്രദ്ധേയമായ നേട്ടത്തിൽ വിവിധ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ നിന്നുള്ളവരും സഹപാഠികളും സയ്യിദയെ അഭിനന്ദിച്ചു. ചടങ്ങിൽ വെച്ച് സഹപാഠികൾ ഒത്തുചേർന്ന് സയ്യിദയ്ക്ക് സ്നേഹോപഹാരം സമർപ്പിച്ചു. സഹപാഠികളായ സലീല, ഷീജ ബാബു എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രസീത ചടങ്ങിൽ സ്വാഗതവും ലിജി കെ നന്ദിയും പറഞ്ഞു. ഈ നിമിഷം ഒരു ചടങ്ങായിട്ടല്ല എനിക്ക് തോന്നുന്നത്. കാലത്തിനും ദൂരത്തിനും മായ്ക്കാൻ കഴിയാത്ത സൗഹൃദത്തിൻ്റെ ഊഷ്മളതയും അതിൻ്റെ ശക്തിയുമാണ് ഓരോരുത്തരുടെ മുഖങ്ങളിലും ഞാൻ കാണുന്നത്. സെയിൻറ്റ് ആൻ്റണീസിൻ്റെ മുറ്റത്ത് നമ്മൾ ചെലവഴിച്ച നിമിഷങ്ങൾ, അവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ വ്യത്യസ്തങ്ങളായ ജീവിത വഴികളിലേക്ക് മാറിപ്പോയെങ്കിലും ആ സൗഹൃദം തന്നെ, ആ സൗഹൃദത്തിൻ്റെ ശക്തി തന്നെ നമ്മളെ വീണ്ടും വീണ്ടും ഒരുമിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് എന്നും നിലനിർത്താനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമ്മുടെ സെയിൻറ്റ് ആൻ്റണീസ് സ്കൂളിലെ നമ്മൾ ചെലവഴിച്ച ഓരോ നിമിഷങ്ങളും മനസ്സിലെപ്പോഴും ഉണ്ട്. നമ്മൾ അസംബ്ലിയിൽ കൊണ്ട വെയിലുകൾ, രഹനയുടെ അറ്റൻഷൻ സ്റ്റാൻഡിറ്റീസ്, പിന്നെ എൻ്റെ ദൈവമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, പിന്നെ ഡെസിഡേരിയ സിസ്റ്ററിൻ്റെ ഉപദേശങ്ങൾ, നമ്മൾ ശ്വാസം പിടിച്ചിരുന്ന ക്ലാസ് മുറികൾ, അത് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കിന് പാത്രം കഴുകുന്നിടത്തെ കലവിലകൾ, അങ്ങനെ ഓരോന്നും എനിക്ക് തോന്നുന്നു നമ്മൾ ആരും തന്നെ മരണം വരെയും അതൊന്നും മറക്കില്ല. നമ്മളെ മനസ്സിൽ അത് അത്രയും പതിഞ്ഞു പോയ കാര്യങ്ങളാണ്. പക്ഷെ പിന്നീട് നമ്മൾ വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ പോയി അത് ഓരോരുത്തരും ഓരോരോ ജീവിത വഴികളിലേക്ക് എത്തിപ്പെട്ടു. എന്നിരുന്നാലും ഇന്നിപ്പം എനിക്ക് ഒരു പുരസ്കാരം, അതും ഏറെ മഹത് വ്യക്തിത്വമായ സുഗതകുമാരി ടീച്ചറിൻ്റെ പേരുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. എന്നാൽ എൻ്റെ സഹപാഠികൾ എന്നെ ഓർത്ത് ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഒരു സ്നേഹ സംഗമം ഒരുക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത് എത്രത്തോളം എന്നെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളത് എനിക്ക് നിങ്ങളോട് വാക്കുകളിലൂടെ പറയാൻ പറ്റാത്ത അത്രയുമാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.